ഒക്ടോബറിൽ ജനിച്ചവരോട് ചാടിക്കയറി കമ്പനി ആവുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കുള്ളൂ. സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 22 വരെയുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ ഇവരാണ് ലിബ്ര സോഡിയക് സൈനിലുള്ളവർ. ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ സൈഡിൽ നിന്നും ചിന്തിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഇവർ നല്ല മീഡിയേറ്റേഴ്സ് ആണ്. ഇവര് ഡിപ്ലോമാറ്റിക് ആണ്. അതുകൊണ്ട് ഫൈറ്റ്, ഡ്രാമ, അൺനെസസറി കോൺഫ്ലിക്ട്സ് ഇതിനോടൊന്നും താല്പര്യമില്ല. ഇത് ഏതെങ്കിലും സംഭവിച്ചാൽ അവിടെ നിന്ന് മാറി നിൽക്കാനാണ്. ഫ്രണ്ട്ഷിപ്പിലും റിലേഷൻഷിപ്പിലും ഗിവ് ആൻഡ് ടേക്ക് ഈക്വൽ ആവണം എന്ന് വിശ്വസിക്കുന്നവരാണ്. എല്ലാവരെയും ഹാപ്പി ആക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി കുറച്ചധികം സമയം എടുക്കും. ഒരു കാര്യത്തിന്റെ എല്ലാ വശങ്ങളും ചിന്തിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടുകൂടിയാണ് ചെറിയ തീരുമാനമാണെങ്കിലും അവർ എക്സ്പെക്ട് ചെയ്തതിനെ കഴിഞ്ഞും കൂടുതൽ സമയം എടുക്കേണ്ടി വരുന്നത്. പുറത്തുനിന്ന് നോക്കി നല്ല കോൺഫിഡന്റ് ആയിട്ട് തോന്നുമെങ്കിലും ഉള്ളില് ഓവർ തിങ്കിങ്ങും സെൽഫ് ഡൗട്ടും ഒക്കെ നല്ലപോലെ നടക്കുന്നുണ്ട്. അവരവരുടെ സ്നേഹം കാണിക്കുന്നത് വേർഡ്സ് കൊണ്ടല്ല, കൺസിസ്റ്റൻസി കൊണ്ടാണ്. ആർഗ്യുമെന്റ്സ് റിസോൾവ് ചെയ്യാനും ആൾക്കാരെ തമ്മിൽ ചേർത്ത് വയ്ക്കാനും നല്ല കഴിവാണ്. ആരും ഒറ്റപ്പെട്ടിരിക്കരുത്, ഒറ്റപ്പെട്ടായിട്ട് ഫീൽ ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് ഇവര് ചുറ്റുള്ളവരെ ഇൻക്ലൂഡ് ചെയ്യാനും അവരെ സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യിക്കാനും ഒക്കെ ശ്രമിക്കും. ദേ ഹാവ് എ ഗുഡ് സെൻസ് ഓഫ് സ്റ്റൈൽ, എസ്തെറ്റിക്സ്, മ്യൂസിക്, ആർട്ട്, ഫാഷൻ, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലങ്ങള് ഇതിനോടൊക്കെ സ്വാഭാവികമായിട്ട് അട്രാക്ഷൻ ഉണ്ട്. പുതിയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പോലും അവരെ വളരെ വേഗത്തിൽ കംഫർട്ടബിൾ ആക്കും. അതുകൊണ്ട് വിവിധ മേഖലയിലുള്ള വിവിധ തരത്തിലുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ ഇവർക്ക് പെട്ടെന്ന് പറ്റും. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ പോലും വളരെ കുറച്ചു നേരം കൊണ്ട് ക്ലോസ് ഫ്രണ്ടിനെ പോലെ ആക്കി തീർക്കാൻ നമുക്ക് പറ്റും. എപ്പോഴേ ക്ലാസ് പോലെ ആയിരിക്കും. ന്യായത്തിനും ഇക്വാലിറ്റിക്കും ഒക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ആരാണ് ഫ്രണ്ട്, ആരാണ് സ്ട്രേഞ്ചർ എന്നൊന്നും നോക്കാതെ ആരാണ് കറക്റ്റ് എന്ന് മാത്രമേ അവിടെ നോക്കത്തുള്ളൂ. അന്യായം ഒന്നും കണ്ടുനിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾക്കിടയിലും ശത്രുക്കൾ ഉണ്ടാവും. ചിലപ്പോൾ സ്വന്തം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മാറ്റി ബാക്കിയുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. ബന്ധങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കും. മനസ്സിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും, പക്ഷെ ഒരു ഫൈറ്റ് ഉണ്ടാവരുതെന്ന് കരുതി അത് പറയാതിരിക്കും. കഴിഞ്ഞു പോയ ഏതെങ്കിലും ഇൻസിഡൻസ് അല്ലെങ്കിൽ അതിലെ കോൺവെർസേഷൻസ് ഒക്കെ വീണ്ടും വീണ്ടും തലയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാൻ അന്ന് അങ്ങനെ പറയണമായിരുന്നോ, ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ എന്നിങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടതിന് പകരം ആ സമയത്ത് മിണ്ടാതിരിക്കാനാണ് കൂടുതൽ ശ്രമിക്കുക. ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ച സാധനങ്ങളൊക്കെ ഒരു ദിവസം പൊട്ടി തെറിക്കും. വെറുതെ സംസാരിച്ച് സമയം കളയുന്നതിനേക്കാൾ ഇമോഷണൽ കണക്ഷനും മീനിങ് ഫുൾ കോൺവെർസേഷൻസും മ്യൂച്വൽ റെസ്പെക്റ്റും ബാലൻസും ഉള്ള റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത്. റിലേഷൻഷിപ്പിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും മനസ്സ് വിഷമിപ്പിച്ച് അങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവില്ല, ഇറങ്ങിപ്പോകും. ലോയലാണ്, ഗുഡ് ലിസണേഴ്സ് ആണ്. അതുകൊണ്ട് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉപദേശം തേടാൻ വേണ്ടി ഇവരുടെ അടുത്തേക്ക് പലരും വരാറുണ്ട്. അവരുടെ കൈൻഡ്നെസ് ആണ് അവരുടെ സ്ട്രെങ്ത്. പക്ഷെ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടം മറന്നു പോകാറുണ്ട്. പീപ്പിൾ പ്ലീസേഴ്സ് ആവാറുണ്ട്. അത് അത്ര നല്ലതല്ല. പെട്ടെന്ന് ഒരു തെറ്റായ ഡിസിഷൻ എടുക്കാതെ എല്ലാ പോസിബിലിറ്റി മനസ്സിലാക്കി കറക്റ്റ് ചോയ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ട്. ഇവര് ചിലപ്പോഴൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എനർജി മിറർ ചെയ്യും. ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വിചാരിക്കും ഇവര് നമ്മളെ നന്നായി മനസ്സിലാക്കിയെന്ന്. ഇവര് സാധാരണ എല്ലാവരോടും ക്ഷമിക്കും, പക്ഷെ ഒരിക്കൽ റെസ്പെക്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ല. എല്ലാവരും വിചാരിക്കും ഇവര് പീപ്പിൾ പ്ലീസേഴ്സ് ആണ്, പക്ഷെ ശരിക്കും ഇവര് പീസ് പ്രൊട്ടക്ടേഴ്സ് ആണ്. അതുകൊണ്ടാണ് വേറൊരാൾക്ക് ഹേർട്ട് ആവുമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് സ്വന്തം ഇമോഷൻസ് പോലും ബാക്കിയുള്ളവരോട് പറയാതെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്.